ശ്രീ ടി വി ഇബ്രാഹിം. സാർ, പ്രവാസികളുടെ ക്ഷേമത്തിന് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതിലേക്കും നിലവിലുള്ള പ്രവാസി ക്ഷേമ ബോർഡിൽ നിന്നും ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി ലഭിക്കുന്നതിനും ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സംബന്ധിച്ചാണ് സർ ഞാൻ ഈ സബ്മിഷൻ ഉന്നയിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഏകദേശം 3.25 കോടി പ്രവാസികളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇവർ ഏകദേശം 11 ലക്ഷം കോടി രൂപ നമ്മുടെ നാട്ടിലേക്ക് അയക്കുന്നു എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള സംസ്ഥാനവും ഏറ്റവും കൂടുതൽ പണം വിദേശ രാജ്യങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന 2 സംസ്ഥാനങ്ങൾ കേരളവും മഹാരാഷ്ട്രയുമാണ് സർ. ഇവരുടെ പണം കൊണ്ടുമാണ് സത്യത്തിൽ സർ നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും പുരോഗതിയിലേക്ക് പോയിട്ടുള്ളത്. ഇങ്ങനെയുള്ള പ്രവാസികൾ ഇന്ന് ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കുകയാണ് സർ. ഒന്നാമതായിട്ട് പ്രവാസി ക്ഷേമനിധിയിൽ നിന്ന് പെൻഷൻ ലഭിക്കാൻ അവർ ഈ അംശാദായമെല്ലാം കൊടുത്ത് കഴിഞ്ഞ് അവസാനം അതിൽ നിന്ന് പെൻഷൻ ലഭിക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്താൽ 6 മാസം വരെ അതിനു വേണ്ടി കാത്തിരിക്കേണ്ടി വരുന്നു സർ. ഇത് ഒഴിവാക്കണമെന്നുള്ളതാണ് ഒരു കാര്യം സർ. രണ്ടാമത്, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അവിദഗ്ധ തൊഴിലാളികളും സത്യത്തിൽ ഇതുപോലെയുള്ള ക്ഷേമനിധിയെക്കുറിച്ചൊന്നും വലിയ അവബോധമില്ലാത്ത ആളുകളുമാണ് സർ. അവർ തിരിച്ചു വരുമ്പോഴേക്ക് പ്രായം 50-60 ഒക്കെ കഴിഞ്ഞു പോവുകയാണ്. അപ്പം അതുകൊണ്ട് ആ അംശാദായ ഈ ക്ഷേമ പദ്ധതിയിൽ ചേരാനുള്ള പ്രായപരിധി 60 എന്നുള്ളത് 65 ആക്കണം എന്നാണ് സർ ഈ സബ്മിഷൻ വഴി ഞാൻ ഉന്നയിക്കുന്ന ഒരു കാര്യം സർ. തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട പുനരധിവാസ പദ്ധതികൾ ആവിഷ്കരിച്ച് സംസ്ഥാനം തന്നെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം. അതോടൊപ്പം തന്നെ ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ നടപ്പിലാക്കി ഇവരുടെ നമുക്കെല്ലാവർക്കും അറിയാം, അവർ തിരിച്ചു വരുന്ന അദാശയരായിട്ടാണ് വരുന്നത്. ഈ സമയത്ത് ഇവർക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്നു. ഈ സമയത്ത് വലിയ സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്തുകൊണ്ടുള്ള ചികിത്സയും മറ്റും വഹിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ സർക്കാർ ജീവനക്കാർക്കൊക്കെ നൽകുന്നത് പോലെയുള്ള അവരുടെ പെൻഷനിൽ നിന്ന് തന്നെ ഒരു വീതം പിടിച്ചുകൊണ്ട് അവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കണമെന്ന സർ മറ്റൊരു ആവശ്യമാണ് സർ. പ്രവാസി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കണമെന്ന് സർ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ നേരത്തെയുള്ള വാഗ്ദാനമാണ്. അതുകൊണ്ട് പ്രവാസി ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്നും ഞാൻ ഈ ഇതുപോലെയുള്ള ഈ ആവശ്യങ്ങളെല്ലാം എൻ്റെ ഈ സബ്മിഷൻ വഴി ഞാൻ ഇവിടെ ഉന്നയിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ക്ഷേമം ഉറപ്പാക്കുക, പരാതികൾ പരിഹരിക്കുക, അവകാശങ്ങൾ സംരക്ഷിക്കുക, മടങ്ങിയെത്തിയവരെ പുനരധിവസിപ്പിക്കുക, സംസ്ഥാനത്ത് പ്രവാസി നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് നോർക്ക വകുപ്പിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. നോർക്ക റൂൾസ്, കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡ് എന്നിവ മുഖാന്തരം പ്രവാസികൾക്കായി സർക്കാർ വിവിധ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. തിരിച്ചെത്തിയവരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ചികിത്സാ ധനസഹായ പദ്ധതി, സാന്ത്വന, പ്രവാസി പുനരധിവാസ പദ്ധതിയായ ND പ്രൈം, പ്രവാസികളുടെ ഏകോപന പുനഃസംയോജന പദ്ധതിയായ പ്രവാസി ഭദ്രത, തൊഴിൽ പോർട്ടൽ, നോർക്ക വാണിജ്യ കേന്ദ്രം എന്നിങ്ങനെ വിവിധ പദ്ധതികളാണ് ഉള്ളത്. 18 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്ക് പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വമെടുത്ത് അംശാദായം അടക്കുന്നവർക്കാണ് ബോർഡിൽ നിന്നും ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ളത്. നിലവിൽ 8 ലക്ഷത്തോളം അംഗങ്ങളും 70,000-ഓളം പെൻഷൻകാരുമാണുള്ളത്. കൂടാതെ പ്രതിമാസം 8,000-ഓളം പ്രവാസികൾ പുതുതായി അംഗത്വത്തിന് അപേക്ഷിക്കുകയും 2,000-ഓളം പേർ പുതുതായി പെൻഷന് അർഹത നേടുകയും ചെയ്തിട്ടുണ്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇതിൽ വൻ വർധനവുണ്ടായ സാഹചര്യത്തിൽ പരമാവധി വേഗത്തിൽ അപേക്ഷകളിന്മേൽ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയുമാണ്. പുതുതായി പെൻഷനും ആനുകൂല്യങ്ങളും അനുവദിക്കപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിനാൽ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്ന കാര്യവും ക്ഷേമനിധി അംഗത്വത്തിനുള്ള പ്രായപരിധി ഉയർത്തുന്ന കാര്യവും ഇപ്പോൾ സർക്കാരിൻ്റെ പരിഗണനയിലില്ല. പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് സത്വര പരിഹാരത്തിനായി എല്ലാ ജില്ലകളിലും ജില്ലാ കളക്ടർ ചെയർമാനായി ജില്ലാ പ്രവാസി പരാതി പരിഹാര സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. ഈ സമിതികൾ 2 മാസത്തിലൊരിക്കൽ യോഗം ചേർന്ന് പരാതികളിന്മേൽ നടപടി സ്വീകരിച്ചു വരുന്നു. കൂടാതെ പ്രവാസി മലയാളികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ക്ഷേമം ഉറപ്പാക്കുന്നതിനും പ്രവാസി ഭാരതീയർ കേരളീയർ കമ്മീഷനും പ്രവർത്തിച്ചു വരുന്നുണ്ട്. പ്രവാസി മലയാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി ഒരു സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നോർക്ക റൂൾസ് മുഖേന നടപ്പിലാക്കുന്ന വിഷയം സർക്കാരിൻ്റെ സജീവ പരിഗണനയിലാണ്. പ്രവാസികൾക്കായി നിലവിലുള്ള ക്ഷേമ പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും കാലോചിതമായി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും സർക്കാർ ഊന്നൽ നൽകി വരുന്നു.